തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, തൃശൂരിൽ യുവമോർച്ചയുടെ പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. വീണ്ടും ദിലീപ് കുറ്റിച്ചലിലേക്ക്. ദിലീപ്, തിരുവനന്തപുരത്ത് പ്രതിഷേധം വീണ്ടും ആളിപ്പടരുന്നു. ഉദ്യോഗാർത്ഥികൾ വളരെ ന്യായമായ സമരമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം യുവമോർച്ച ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച കഴിഞ്ഞ 3 ദിവസം മുമ്പ് പോയി കണ്ടിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരാതിയും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇവർക്ക് നിയമനങ്ങൾ നടത്തുന്നവരെ അല്ലെങ്കിൽ ഇവർക്ക് ഉദ്യോഗാർത്ഥി അതായത് LPST റാങ്ക് ഹോൾഡേഴ്സിന് നിയമനം നടത്തുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കിയതും. ഇപ്പോൾ എന്തായാലും ഈ സമരസമിതിയിലേക്ക് യുവമോർച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമര പന്തൽ എത്തിയിരിക്കുകയാണ്. ഈ ജില്ലാ അടിസ്ഥാനത്തിൽ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് കൃഷ്ണരാജ്, ഈ സംസ്ഥാന വ്യാപകമായിട്ടും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ സമരമിരിക്കുന്ന അതായത് സമരസമിതിയുടെ നേതാവായ വളർമതിയെ കണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 8 ദിവസം അതായത് നിരാഹാര സമരം വളർമതി നടത്തിയിട്ട് ഇന്ന് 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 25 ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് മുതൽ ഈ നിരാഹാര സമരം ഇവിടെ അനുഷ്ഠിക്കുന്നതും. ഏകദേശം 32 ദിവസം പിന്നിട്ടിരിക്കുകയാണ് LPSTയുടെ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടറി മുന്നിൽ നടക്കുന്ന സമരം എന്ന് പറയുന്നത്. വെറും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആകെ ലഭിച്ചത് ഒരു കത്ത് മാത്രമാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ ഒരു കത്ത് മാത്രമാണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കണമെന്നും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2 മാസത്തിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള പരിഹാരം കാണാമെന്ന്. ഇപ്പോൾ മനോജ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അവിടെ സംഘർഷാവസ്ഥയുണ്ട്. മനോജ്, എന്താണ്? മനോജ്, കേൾക്കാമെങ്കിൽ. അവിടെ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകുന്നു. കൃഷ്ണരാജ്, കൊല്ലത്തിപ്പോൾ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. പ്രവർത്തകരൊക്കെ ഇപ്പോഴും ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പോലീസ് വലിയ രീതിയിൽ പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്തി. അതിന് പിന്നാലെ തന്നെയാണ് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുന്നത്. കാരണം PSCയുടെ അഴിമതിക്കെതിരെ നടത്തിയ ഈ സമരത്തെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ശക്തമായ രീതിയിൽ യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ഈ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോഴും നിലകൊള്ളുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്ന കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. സംസ്ഥാന വ്യാപകമായി യുവമോർച്ച പ്രവർത്തകർ നടത്തുന്ന ഈ സമരത്തിന്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം കളക്ടറേറ്റിലേക്ക് ഈ സമരവുമായി പ്രവർത്തകരെത്തിയത്. പക്ഷേ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ നോക്കി എന്നുള്ളതാണ്. അതിപ്പോൾ ശക്തമായി തന്നെ ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യുവതികളായിട്ടുള്ള യുവമോർച്ച പ്രവർത്തകർ, അതോടൊപ്പം തന്നെ യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ എല്ലാവരെയും ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമം അത് പോലീസ് തുടരുന്നു എന്നുള്ളതാണ്. PSCയിൽ നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ശബ്ദമായാണ് ഇന്ന് യുവമോർച്ചയുടെ ഈ പ്രതിഷേധം ഇവിടെ തുടരുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ PSC ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് നീതി ലഭിക്കാത്തിടത്തോളം കാലം ഈ സമരവുമായി തെരുവിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് S. സുബിൻ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഒരു ഘട്ടത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രവർത്തകരും ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രവർത്തകർ നീങ്ങുകയാണ്. വീണ്ടും ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പോലീസ് വലിയ രീതിയിൽ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെ മാറ്റാനും അവർക്ക് നേരെ അതിക്രമം നടത്താനും ശ്രമിച്ചു. പക്ഷേ അതിനെയൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് തന്നെ യുവമോർച്ച പ്രവർത്തകർ ശക്തമായ രീതിയിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. സമരം വലിയ രീതിയിൽ കലുഷിതമാകുന്ന ഒരു ഘട്ടമാണ്. ഈ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ, അതായത്
പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് പ്രവർത്തകരും ശക്തമായ രീതിയിൽ ഈ സമരവുമായി മുന്നോട്ട് നീങ്ങിയത്, ബാരിക്കേഡിന് മുകളിലേക്ക് അടക്കം ചാടിക്കയറിയത്. എന്തായാലും ആ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെയുണ്ട്. കൊല്ലം കളക്ടറേറ്റിന് മുന്നിലാണ് ഈ ദൃശ്യങ്ങൾ. അവരൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. PSC എന്നുള്ളത് അത് കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പല സംഭവങ്ങളുണ്ടായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ്